ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 20 വരെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്നും സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എഫേസ്യർ 3-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമാണ് നാം ഇവിടെ കാണുന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിറഞ്ഞു വരണം. ആ നിറവിൻ്റെ അളവ് ദൈവത്തിൻ്റെ നിറവെന്നാണ്. അഥവാ നിങ്ങൾ ദൈവത്തോളം നിറഞ്ഞു വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തിൻ്റെ നിറവ്, ദൈവത്തോളം അഥവാ ദൈവിക നിറവ്, ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയുടെ അളവാണ്. ഇത് സംബന്ധിച്ച് മറ്റൊരു വേദഭാഗത്ത് പൗലോസ് തന്നെ പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ്. ഈ വളർച്ചയുടെ അളവിനെയാണ് ഇവിടെ ദൈവത്തിൻ്റെ നിറവ് എന്ന് പൗലോസ് പറയുന്നത്. ക്രിസ്തീയ ജീവിതം വളർച്ചയുടേതാണ്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഓരോ ദിവസവും ആ കുഞ്ഞ് മാനസികമായി ശാരീരികമായി വളരുന്നത് പോലെ ക്രിസ്തുവിനെ അഥവാ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു ദൈവ പൈതലും വീണ്ടും ജനിച്ച ശിശുവാണ്. ആ ശിശു അപ്രകാരം തന്നെ ഇരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യുത ഓരോ ദിവസവും ആത്മീയമായി വളരണം. ഈ വളർച്ചയുടെ പൂർണ്ണത ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നുള്ളതാണ്. അപ്രകാരം നാം വളരുവാൻ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് തിരുവചനമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മായമില്ലാത്ത പാലെന്നാണ്. പാൽ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ആണല്ലോ. വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനും ഈ മായമില്ലാത്ത പാലെന്ന പോഷകാഹാരം അനുദിനം അത്യന്താപേക്ഷിതമാണ്. ഇത് നാം ഓരോ ദിവസവും സ്വീകരിച്ചാൽ, അഥവാ ദൈവവചനം നാം വായിക്കുകയോ ധ്യാനിക്കുകയോ കേൾക്കുകയോ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ തിരുവചനത്തെ നിറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ നാം ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ ഇടയായിത്തീരും. ദൈവവചനത്തിൻ്റെ അഭാവമാണ് ഇന്ന് സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും തിന്മയ്ക്ക് കാരണമായിരിക്കുന്നത്. എന്തെല്ലാം തിന്മയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം മനുഷ്യനെ
പാപത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവവചനം ഉള്ള ഹൃദയത്തിൽ പാപത്തിന് വസിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ വളരണം, ആത്മീയമായി വളരണം, ദൈവത്തിൻ്റെ നിറവിനോളം വളരണം. അതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വളരുവാൻ കഴിയുക. ആമേൻ.